നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചേതൻ കുമാർ മീണ. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് ജില്ലാതല മോണിറ്ററിംഗ് സമിതിക്ക് പരാതികൾ നൽകാം. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനം നൃത്ത ഇനങ്ങളാൽ സമ്പന്നം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 76 പോയിന്റുകളുമായി എരുമേലി സെന്റ് തോമസ് സ്കൂൾ കുതിപ്പിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് വിദ്യാലയങ്ങളിൽ ക്രിസ്മസ് പരീക്ഷാ സമയത്തിൽ മാറ്റം വരും. ക്രിസ്മസ് അവധിക്ക് മുൻപും ശേഷവുമായി 2 ഘട്ടങ്ങളിൽ പരീക്ഷകൾ. നിയമവിരുദ്ധമായി സർവീസ് നടത്തുന്ന യൂബർ ടാക്സികൾ തടയണമെന്ന് ടാക്സി ഡ്രൈവേഴ്സ് ഫെഡറേഷൻ. ഗതാഗത മന്ത്രി വസ്തുതയറിയാതെ പ്രതികരിക്കുന്നു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ചേതൻ കുമാർ മീണ. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് പരാതികൾ ജില്ലാതല മോണിറ്ററിംഗ് സമിതിക്ക് നൽകാമെന്നും കളക്ടർ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ അറിയിച്ചു. സ്ഥാനാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനും പരാതികളിൽ ഉടൻ തീർപ്പ് കൽപ്പിക്കുന്നതിനുമായി ജില്ലാ കളക്ടർ ചെയർമാനായി മോണിറ്ററിംഗ് സമിതി രൂപീകരിച്ചിട്ടുണ്ട്. നവംബർ 10 നിലവിൽ വന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ തുടരും. ജാതിയും സമുദായങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് ഇടയാക്കുന്ന നിലവിലുള്ള ഭിന്നതകൾക്ക് ആക്കം കൂട്ടുന്നതോ ആയ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ കക്ഷികളോ സ്ഥാനാർത്ഥികളോ ഏർപ്പെടാൻ പാടില്ലെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവം ചിറക്കടവ് സെന്റ് ഫ്രെയിംസ് സ്കൂളിലെ വിവിധ വേദികളിൽ പുരോഗമിക്കുന്നു. രണ്ടാം ദിനം നൃത്ത ഇനങ്ങളാൽ സമ്പന്നമായിരുന്നു. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവം ചിറക്കടവ് സെന്റ് ഫ്രെയിംസ് സ്കൂളിലെ വിവിധ വേദികളിലായി പുരോഗമിക്കുന്നു. രണ്ടാം ദിനം നൃത്ത ഇനങ്ങളാൽ സമ്പന്നമായി. ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും നാടോടി നൃത്തത്തിലും കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നിലവാരം പുലർത്തിയ നൃത്ത ഇനങ്ങൾ കാഴ്ചക്കാരെ ആനന്ദിപ്പിച്ചു. സെന്റ് ഫ്രെയിംസ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പദ്യം ചൊല്ലലും ഹൃദ്യമായി. വേദമന്ത്രങ്ങളാൽ ഇതിഹാസ കഥകളാൽ ആർഷസംസ്കാര പെരുമയായി ശാസ്ത്രമായി ബോധമായി അറിവിന്നിരാവെട്ടം ഇവിടെ തെളിക്കുമി പുസ്തകങ്ങൾ. ഉള്ളിൽ മതേതര മൂല്യം വിതയ്ക്കുവാൻ ഒന്നാണു നാം എന്ന ബോധം വളർത്തുവാൻ കരുണാങ്കുരം കരളിലുണ്ടാകുവാൻ നല്ല പുസ്തകം ചങ്ങാതി കൂടെയുണ്ടാകണം. മൂന്നാം ദിവസമായ നാളെയും നൃത്ത ഇനങ്ങൾ തുടരും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ സ്കൂളുകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 76 പോയിന്റുകളുമായി എരുമേലി സെന്റ് തോമസ് സ്കൂൾ കുതിപ്പ് തുടരുന്നു. 72 പോയിന്റുകളോടെ കാഞ്ഞിരപ്പള്ളി AKJM സ്കൂൾ തൊട്ടു പിന്നാലെയുണ്ട്. സംസ്കൃതോത്സവത്തിൽ ചിറക്കടവ് SRVNSS ആണ് ഒന്നാമത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് HSന് 56 പോയിന്റുകളാണ് ഉള്ളത്. UP വിഭാഗത്തിൽ 25 പോയിന്റുകളോടെ ചിറക്കടവ് VS UP സ്കൂൾ, എരുമേലി സെന്റ് തോമസ്, കണമല സെന്റ് തോമസ് എന്നിവർ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ പരീക്ഷാ തീയതിയിൽ മാറ്റം വരുന്നു. ക്രിസ്മസ് അവധിക്ക് മുൻപും ശേഷവുമായി 2 ഘട്ടങ്ങളിലായാവും പരീക്ഷകൾ നടക്കുക.
സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ ക്രിസ്തുമസ് പരീക്ഷാ തീയതികളിൽ മാറ്റം വരുത്തുന്നു. ക്രിസ്തുമസ് അവധിക്ക് മുൻപും ശേഷവുമായി 2 ഘട്ടങ്ങളിലാവും പരീക്ഷ നടത്തുക. വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ച് ഡിസംബർ 11 മുതലാണ് ക്രിസ്മസ് പരീക്ഷ ആരംഭിക്കുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെയാണ് പരീക്ഷാ തീയതിയിൽ മാറ്റം വരുത്തേണ്ടതായി വരുന്നത്. ഡിസംബർ 9, 11 തീയതികളിലായാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കുന്നത്. 13-ാം തീയതിയാണ് ഫലപ്രഖ്യാപനം. ഈ ഘട്ടത്തിലാണ് ക്രിസ്തുമസിന് മുൻപും ശേഷവുമായി 2 ഘട്ടങ്ങളിലായി പരീക്ഷ നടത്താൻ ആലോചിക്കുന്നത്. ഫലപ്രഖ്യാപനത്തിന് ശേഷം 15 മുതൽ 19 വരെ പരീക്ഷ നടത്തും. 20 മുതൽ 28 വരെയാണ് ക്രിസ്തുമസ് അവധി. 2ാം ഘട്ട പരീക്ഷകൾ ഡിസംബറിലെ അവസാന ദിവസങ്ങളിലും ജനുവരി ആദ്യ ആഴ്ചയിലുമായി നടത്തേണ്ടി വരും. വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ പ്രധാനമായും സ്കൂളുകളാണെന്നതും അധ്യാപകർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉണ്ടെന്നതുമാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. വിദ്യാഭ്യാസ ഗുണനിലവാര അവലോകന സമിതി യോഗത്തിലാവും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാവുക. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കുട്ടി ശാസ്ത്രജ്ഞരുടെ കഴിവുകൾ പുറത്തെടുത്ത് ശാസ്ത്രമേള. കോട്ടയം എംഒഎസ് പബ്ലിക് സ്കൂളിലാണ് 300-ലധികം കുട്ടികൾ പങ്കെടുത്ത ഇഗ്നൈറ്റ് 2K25 നടന്നത്. കുട്ടിശാസ്ത്രജ്ഞരും കരകൗശല വിദഗ്ധരും ഒത്തുചേർന്നപ്പോൾ ശാസ്ത്രമേളയിൽ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ നിറഞ്ഞു. കോട്ടയം എംഒഎസ് പബ്ലിക് സ്കൂളിലാണ് ഇഗ്നൈറ്റ് 2K25 എന്ന പേരിൽ ശാസ്ത്രമേള നടന്നത്. സ്കൂളിലെ 5 മുതൽ 9 വരെ ക്ലാസുകളിലെ 300-ലധികം കുട്ടികൾ ശാസ്ത്രമേളയിൽ പങ്കാളികളായി. മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ്, ആർട്ട് എന്നീ വിഭാഗങ്ങളിലായിരുന്നു മേള. പോലീസ് സ്റ്റേഷന്റെ മാതൃക, കുട്ട, പാവ, റോബോട്ട് തുടങ്ങിയവയെല്ലാം കുട്ടികൾ നിർമ്മിച്ചു. അഞ്ചാം ക്ലാസ്സുകാരുടെ മനോഹരമായ ബോട്ടിൽ ആർട്ടും മേളയിലുണ്ടായിരുന്നു. ബോട്ടിൽ ആർട്ടാണ്. ഈ ആർട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത് ശരിക്കും ഒരു ലീഫാണ്. എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കൊച്ചുണ്ട്. ഈ കൊച്ചു യാവരെ എണീച്ചിട്ട് ഇവിടെ ഈശോയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. യാവരെ എണീക്കുന്ന ഒരു ഫോട്ടോയാണ് ഇങ്ങോട്ട് വെച്ചേക്കുന്നത്. ഇതാണെങ്കിൽ നമുക്ക് പെയിന്റ് ഒന്നും അധികം കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് കുറച്ചങ്ങോട്ട് മെച്ചുവർ ആവാഞ്ഞത്. ഭൂമിയിലെ വിവിധ ആവാസ വ്യവസ്ഥകളെക്കുറിച്ചും ആഗോള താപനത്തെക്കുറിച്ചും കുട്ടികൾ മോഡലുകൾ നിർമ്മിച്ച് പ്രദർശിപ്പിക്കുകയും വിശദീകരണം നൽകുകയും ചെയ്തു. അതിന് വരുന്ന ഡെസേർട്ട് ബയോഡൈവേഴ്സിറ്റി ആണ്. ഡെസേർട്ട് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഡെസേർട്ടിലുള്ള മൃഗങ്ങളാണ്, ക്യാമൽസ് അതുപോലെയുള്ള മൃഗങ്ങളും അവരുടെ എക്കോസിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥയെ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് ഡെസേർട്ട് ബയോഡൈവേഴ്സിറ്റി. രണ്ടാമത് വരുന്നത് അഗ്രികൾച്ചറൽ ബയോഡൈവേഴ്സിറ്റി ആണ്. അതിന് നമ്മൾ ആഗ്രോ ബയോഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. തേർഡായിട്ട് വരുന്നത് ആർക്ടിക് ബയോഡൈവേഴ്സിറ്റി ആണ്. മീൻസ് ആർക്ടിക് റീജിയൻസിലെ ആനിമൽസ്, പോളാർ ബിയേഴ്സ്, പെൻഗ്വിൻസ്, വാൽറസസ് ഇവരുടെ എക്കോസിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥയും നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് ആർക്ടിക് ബയോഡൈവേഴ്സിറ്റി. പിന്നെ നമുക്ക് വരുന്നത് റെയിൻ ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ആണ്. റെയിൻ ഫോറസ്റ്റിലെ മൃഗങ്ങൾ, ഹിപ്പോ, ടൈഗർ അങ്ങനെയുള്ള മൃഗങ്ങളെയും അവരുടെ എക്കോസിസ്റ്റത്തെയും നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് റെയിൻ ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി. പിന്നെ നമുക്ക് ഡിസീഡസ് ബയോഡൈവേഴ്സിറ്റി വരുന്നുണ്ട്. ഡിസീഡസ് ഫോറസ്റ്റിലെ മൃഗങ്ങൾ മീൻസ് ഹോഴ്സസ്, സീബ്ര, ജിറാഫ് ഇവരുടെ ആവാസ വ്യവസ്ഥയും നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് ഡിസീഡസ് ബയോഡൈവേഴ്സിറ്റി. അവസാനമായി നമുക്ക് വരുന്നത് റിവർ ബയോഡൈവേഴ്സിറ്റി ആണ്. മീൻസ് നമ്മുടെ ഭൂമി ഉണ്ടായ സമയത്ത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് മൈക്രോബ്സ് ആയിരുന്നു. പിന്നെ അത് പ്ലാന്റ്സിലേക്ക് വന്നു. അവസാനമാണ് അത് ഫിഷിലേക്ക് വരുന്നത്. ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു റിവർ സിസ്റ്റം തന്നെ ഫോം ചെയ്യുന്നു. ഈ സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് റിവർ ബയോഡൈവേഴ്സിറ്റി. കുട്ടികളിലെ അന്തർലീനമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇഗ്നൈറ്റ് 2K25 നടത്തിയതെന്ന് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ജെസി സക്കറിയ പറഞ്ഞു. കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എംഒഎസ് പബ്ലിക് സ്കൂളെ ഇഗ്നൈറ്റ് 2K2005 എന്ന എക്സിബിഷൻ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ്, ആർട്ട് എന്നീ 4 വിഭാഗങ്ങളിലായിട്ടാണ് എക്സിബിഷൻ നടത്തപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഉപയോഗശേഷമുള്ള ഭക്ഷ്യ എണ്ണയിൽ നിന്നും ബയോഡീസൽ നിർമ്മിച്ച് പ്രദർശിപ്പിച്ച് അനന്യയും ഒലീവിയയും. കോട്ടയം എംഒഎസ് പബ്ലിക് സ്കൂളിലെ നടന്ന ശാസ്ത്രമേളയിലാണ് ബയോഡീസൽ നിർമ്മിച്ച് പ്രദർശിപ്പിച്ചത്. കുട്ടി ശാസ്ത്രജ്ഞരുടെ കണ്ടുപിടുത്തം ഏറെ ശ്രദ്ധ നേടി.
ഉപയോഗശേഷമുള്ള ഭക്ഷ്യ എണ്ണയിൽ നിന്നും ബയോഡീസൽ ഉൽപ്പാദിപ്പിച്ച് ശ്രദ്ധ നേടി 9ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ. കോട്ടയം എമ്മാവോസ് പബ്ലിക് സ്കൂളിൽ നടന്ന ശാസ്ത്രമേളയിലാണ് അനന്യ മാർക്കസും ഒലീവിയ മരിയയും തങ്ങളുടെ കണ്ടുപിടുത്തം ശ്രദ്ധേയമാക്കിയത്. വീടുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, തട്ടുകടകൾ എന്നിവിടങ്ങളിലെല്ലാം ഉപയോഗിച്ച ഭക്ഷ്യ എണ്ണ ശേഖരിച്ച് സംസ്കരിച്ചാണ് ബയോഡീസൽ നിർമ്മിച്ചത്. 5 ഘട്ടങ്ങളിലായാണ് നിർമ്മാണം. ഒരു കുപ്പി ബയോഡീസൽ ഉണ്ടാക്കാൻ തുച്ഛമായ തുക മാത്രമേ ചെലവ് വരികയുള്ളൂവെന്ന് ഇവർ പറയുന്നു. ബയോഡീസൽ നിർമ്മാണത്തിന്റെ ഘട്ടങ്ങളെക്കുറിച്ച് അനന്യയും ഒലിവിയയും വിശദീകരിച്ചു. നമ്മുടെ റെസ്റ്റോറന്റിനും ഹോട്ടലിനും ഒക്കെ കിട്ടുന്ന യൂസ്ഡ് കുക്കിംഗ് ഓയിൽ ആണിത്. ഇതിൽ കുറെ ഇംപ്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ സ്ട്രെയിൻ ചെയ്താണ് ഈ യൂസ്ഡ് കുക്കിംഗ് ഓയിൽ ആക്കി എടുത്തേക്കുന്നത്. ഈ യൂസ്ഡ് കുക്കിംഗ് ഓയിലിൽ നമ്മൾ മെത്തനോളും സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് ട്രാൻസെസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്ന കെമിക്കൽ പ്രോസസ്സിലൂടെ നമ്മൾ ബയോഡീസൽ ആയിട്ട് എടുക്കും. അപ്പം മെത്തനോളും സോഡിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്ത ഡീസലാണിത്. ഇതിലിപ്പോൾ നമ്മൾ 2 ലെയർ ആയിട്ടുണ്ട്. മേളത്തെ ലെയർ ബയോഡീസലും താഴത്തെ ലെയർ ഗ്ലിസറോളും. ഗ്ലിസറോൾ നമുക്ക് കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഈ ബയോഡീസലിനകത്ത് കുറെ ഇംപ്യൂരിറ്റീസ് ഉണ്ട്. ആ ഇംപ്യൂരിറ്റീസ് എല്ലാം നമ്മൾ വാട്ടർ വാഷിങ്ങിലൂടെ ഇത് ചെയ്തു. വാട്ടർ വാഷ് ചെയ്ത വാട്ടറാണ് അടിയിൽ കിടക്കുന്നത്. ഈ വാട്ടർ നമുക്ക് അഗ്രികൾച്ചറിലൊക്കെ യൂസ് ചെയ്യാൻ നമ്മുടെ സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂടും. ഈ ബയോഡീസലിനകത്ത് ഇപ്പോൾ കുറെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. ആ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ കളയാൻ വേണ്ടി നമ്മളത് ഡ്രൈ വാഷ് ചെയ്തു. അതാണിത്. ആ ഡ്രൈ വാഷ് നമ്മൾ ഹീറ്റിങ്ങിലൂടെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വണ്ടികളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അത് നമ്മൾ ഫിൽട്ടർ ചെയ്യണം. ഫിൽട്ടർ ചെയ്തതാണ് ഈ ബയോഡീസൽ ഫിൽട്ടർ ചെയ്തത്. മാലിന്യ നിർമ്മാർജ്ജനത്തിനൊപ്പം അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ബയോഡീസൽ സഹായിക്കും. കാർബൺ രഹിതമായ ജൈവ ഇന്ധനം ഉപയോഗിച്ച് വാഹനങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിന് സാധിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിയമവിരുദ്ധമായി സർവീസ് നടത്തുന്ന യൂബർ ടാക്സികൾ തടയാൻ സർക്കാർ തയ്യാറാകണമെന്ന് ടാക്സി ഡ്രൈവേഴ്സ് ഫെഡറേഷൻ. യൂബറുകളെ ന്യായീകരിക്കുന്ന ഗതാഗത മന്ത്രി വസ്തുതകൾ അറിയാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും സംഘടന ആരോപിച്ചു. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന യൂബർ ടാക്സികൾ തടയാൻ സർക്കാർ തയ്യാറാകണമെന്ന് ടാക്സി ഡ്രൈവേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന യൂബറുകളെ തടയാൻ ട്രേഡ് യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ടാക്സി സംഘടനകൾക്ക് അവകാശമുണ്ട്. യൂബറിനെ ന്യായീകരിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രി വസ്തുതകൾ അറിയാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും സംഘടനാ നേതാക്കൾ പറയുന്നു. യൂബറിന്റെ നിയമപ്രകാരം ഈ അഗ്രികൾച്ചർ പോളിസി പ്രകാരം ലൈസൻസ് ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. അത് ഇപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളുടെ പെർമിറ്റോ ടാക്സോ ഒക്കെ തീർന്നു കഴിഞ്ഞ് വാഹനം പുറത്തിറക്കിയാൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാര് ഞങ്ങളെ 1 മിനിറ്റ് അനുവദിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കമ്പനി 1 വർഷമായിട്ട് ഇവിടെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുമ്പോ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ആദ്യം പറഞ്ഞു, എന്താണ് അദ്ദേഹം പറഞ്ഞത്? യൂബറിന് ഓലയ്ക്കൊക്കെ ഇവിടെ ഓടാം, ഇന്ത്യയിൽ എവിടെ ഓടാൻ അനുവാദമുണ്ടെങ്കിലും കേരളത്തിൽ ഓടാം എന്ന് പറഞ്ഞ ആള് അടുത്ത ദിവസം അത് പാടില്ല എന്ന് തിരുത്തി. ആ പാടില്ല എന്ന് തിരുത്തി അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ദിവസം അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി. ഓൺലൈൻ ടാക്സി മേഖലയിൽ പണിയെടുക്കുന്നവരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പരമ്പരാഗത തൊഴിലാളികൾ അവർക്കെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കും, ലൈസൻസ് കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസ്താവന കണ്ടു. നിയമവിരുദ്ധമായ ഒരു സംവിധാനം ഇവിടെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഇതൊക്കെ പറയുമ്പോഴും യൂബർ നിയമവിധേയമാക്കണമെന്നും നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ടാക്സി മേഖലയുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും സംഘടന അഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പ് അനൗൺസ്മെന്റിന് ടാക്സി വാഹനങ്ങൾ ഉപയോഗിക്കാൻ സംഘടനയുടെ ഇടപെടൽ കൊണ്ട് ഉത്തരവായിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരളീയം സംസ്ഥാന പ്രസിഡന്റ് മനോജ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി റെജി പടുരത്ത്, ജില്ലാ രക്ഷാധികാരി രാജു കുടമാളൂർ, ജില്ലാ പ്രസിഡന്റ് മനോജ് പുതുപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച മാല മുണ്ടാറ്റുമറ്റം സ്വദേശി റോസമ്മ ഉലഹന്നാന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്തു. 2 വൃക്കകൾ, കരൾ, 2 നേത്രപടലം എന്നിവയാണ് ദാനം ചെയ്തത്. ഒരു വൃക്ക കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരു വൃക്ക അമൃത ആശുപത്രിയിലേക്കും, കരൾ കോട്ടയം കാരിത്താസ് ആശുപത്രിയിലേക്കും, 2 നേത്രപടലങ്ങൾ കോട്ടയം ചൈതന്യ കണ്ണാശുപത്രിയിലേക്കുമാണ് നൽകിയത്. റോസമ്മയുടെ സംസ്കാരം നാളെ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചേതൻ കുമാർ മീണ. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് ജില്ലാതല മോണിറ്ററിംഗ് സമിതിക്ക് പരാതികൾ നൽകാം. കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനം നൃത്ത ഇനങ്ങളാൽ സമ്പന്നം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 76 പോയിന്റുകളുമായി എരുമേലി സെന്റ് തോമസ് സ്കൂൾ കുതിപ്പിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് വിദ്യാലയങ്ങളിൽ ക്രിസ്മസ് പരീക്ഷാ സമയത്തിൽ മാറ്റം വരും. ക്രിസ്മസ് അവധിക്ക് മുൻപും ശേഷവുമായി 2 ഘട്ടങ്ങളിൽ പരീക്ഷകൾ. നിയമവിരുദ്ധമായി സർവീസ് നടത്തുന്ന യൂബർ ടാക്സികൾ തടയണമെന്ന് ടാക്സി ഡ്രൈവേഴ്സ് ഫെഡറേഷൻ. ഗതാഗത മന്ത്രി വസ്തുതയറിയാതെ പ്രതികരിക്കുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.